നിങ്ങൾക്കറിയാം. എന്നാലും കൂട്ടുകാരെ ഞാൻ പറയാണ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. എന്നും ഒരേ രീതിയിലുള്ള ചപ്പാത്തിയല്ലേ നമ്മളെല്ലാം തയ്യാറാക്കാറ്. പക്ഷെ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? ഒരു മസാല ചപ്പാത്തി ആക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി. അതിപ്പോ എങ്ങനെ നമുക്ക് ചെയ്യുന്നത് കാണണ്ടേ? അതിനുമ്പ് എന്നും പറയുന്നല്ലോ കൂട്ടുകാരെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോ കണ്ടേക്കാം. ആദ്യം നമുക്കൊരു ജാർ എടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്കൊരു 2 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്, അത് പീസാക്കിയതാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ചൊഴിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നുള്ള് ഗരം മസാല, പെരിഞ്ചീരകം, ഒരു നുള്ള് മഞ്ഞപ്പൊടി. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന മാവിനോട് ചേർത്തുള്ള ഉപ്പാണ്. നല്ലോണം അരച്ചെടുക്കുക. ഇനി നമുക്ക് അരച്ചത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് മാവ് എടുക്കാം. ഞാൻ നല്ല ഒരു 3 കപ്പ് മാവ് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതിനൊക്കെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ മാവ് ഉണ്ടല്ലോ, ഈ മാവ് കുറച്ച് ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എത്ര രീതിയിൽ പരുവം വേണോ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാൻ പോവാം. അപ്പൊ നമ്മൾ അതിനെ കുറച്ച് ഗോതമ്പ് പൊടി നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ പരത്തുന്ന കണക്ക് തന്നെ പരത്തിയെടുക്കാം. ഷേപ്പ്. ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് എത്ര കട്ടി കുറച്ച് പരത്തിയെടുക്കാവോ അതേ രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ നമ്മൾ നല്ല പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഷേപ്പ് വരാൻ വേണ്ടി നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ അടുത്ത് ദോശക്കല്ല് വെച്ച് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ കൂടെ മേളിൽ തേച്ച് കൊടുക്കും. അപ്പൊ ഒരു സൈഡ് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിടാം. കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഇതിന്റെ മേളിൽ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പൊ നമ്മളെല്ലാം മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ചപ്പാത്തി, നമ്മളെ മസാല ചപ്പാത്തി. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്.